കലികനല്ല കലാകാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരുത്തൻ. കലികനല്ല കലാകാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരുത്തൻ. സകൃതരായ കലാസ്നേഹിതരെ, ഞങ്ങളുടെ അവതരിക്ക് പോകുന്ന കഥയുടെ പേരാണ് കഥ തുടരുന്നു. ഈ കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, കാനഡയിലോ അല്ല, പിന്നെയോ മലയാളികളെ തട്ടി നടക്കാൻ വയ്യാത്ത നമ്മുടെ ഈ കൊച്ചി ഇറ്റലിയിലാണ്. ഇറ്റലി എന്ന് വെച്ചാൽ മിലാനിലാണോ, മോരിലാണോ, റോമിലാണോ, റെവീസിലോ ജേനവയിലോ അല്ല, പിന്നെയോ മലയാളികളിൽ വെച്ച് ഏറ്റവും മിടുക്കന്മാരും സുന്ദരിമാരുമായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചി റവേൻ എന്ന ഗ്രാമത്തിലാണ്. അത് അങ്ങോട്ട് നോക്കൂ, അതങ്ങോട്ട് നോക്കൂ. ആ കളർ ഡ്രസ്സിന്റെ ചെറുപ്പക്കാരനെ കണ്ടോ, ആ ചിരി കണ്ടോ, ആ സ്റ്റൈൽ കണ്ടോ? അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ പെൺകൊടികൾ തൻ ഹൃദയമിളക്കും സുന്ദരമായ മുഖം, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആ പെൺകൊടികൾ തൻ ഹൃദയമിളക്കും സുന്ദരമായ മുഖം, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അതെ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, നമ്മുടെ സെക്രട്ടറി ശ്രീമാൻ ബിജു വേഴപ്പറമ്പിൽ. ഈ കോമണ ചെറുപ്പക്കാരനാണ് നമ്മുടെ കഥയിലെ നായകൻ. എല്ലാവർക്കും ഉള്ളതുപോലെ ഇദ്ദേഹത്തിനുമുണ്ട് എന്തിനു വേണ്ടി കുറച്ച് കൂട്ടുകാർ. ഈ കഥ ആരംഭിക്കുന്നത് ആ കൂട്ടുകാരി ഒരാളുടെ വീട്ടിൽ നിന്നാണ്. മാർച്ച് മാസത്തിൽ ഒരു തണുപ്പുള്ള സുപ്രഭാതത്തിൽ മലനിരകളുടെ ഇടയിൽ ഉദിക്കാൻ വേണ്ടി സൂര്യനെ സാക്ഷിയാക്കി നിങ്ങളെ ഞാൻ ആ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് ആരുടെ വീടായിരിക്കും? ഷാഹിച്ചേട്ടന്റെ വീടാണോ? ടോമിച്ചേട്ടന്റെ വീടാണോ? പിന്നെയോ സമാധാന പ്രിയ എന്ന് ഗിന്നസ് ബുക്കിൽ പേരുണ്ടെങ്കിൽ പോലും എല്ലാ പുലിവാലുകളും ചെന്ന് ചാടുന്ന ശ്രീമാൻ മോനിച്ചേട്ടന്റെ വീടാണത്. വരൂ, നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് കടന്നല്ല. നമ്മുടെ കൂട്ടുകാരൻ നല്ല ഉറക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രിയവ്യക്തി അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാവിലെ എണീറ്റ് കുളിച്ച് പുതിയേക്ക് തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുളിക്കാൻ പോയിട്ട് പല്ല് പോലും തേക്കാതെ ചായ ഉണ്ടാക്കി അതുമായി പ്രീതമനെ കൊടുക്കാനായി പോവുകയാണ്. മുറിയിലേക്ക് കിടന്നു അവൾ പോത്തു വാങ്ങുന്നതിന്റെ ഭർത്താവിനെ നോക്കി ഒരു ദിവസം നോക്കി നിന്നു. പെട്ടെന്ന് കോണിക്ക ശ്രദ്ധിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് നിലത്ത് വീണ് ചിന്നി ചിതറി. അവളുടെ പ്രീതമൻ ഇരുട്ടടി കിട്ടിയ ജെട്ടിയുടെ നേരിട്ടു. ചായ താഴെ വീണ ദേഷ്യത്തിൽ മോളിച്ചേച്ചി എന്ന കഥ വാതിൽ തുറന്നതും നമ്മുടെ കഥാനായകൻ ഹൃതിയിലകത്തേക്ക് കയറി. കിടക്കപ്പാലിൽ കണ്ണുതിരി എണീറ്റ് വന്ന മോളിച്ചേട്ടൻ നോക്കി നമ്മുടെ കഥാനായകൻ ഹൃതി വിവരം പറഞ്ഞു. അത് കേട്ടതും മോളിച്ചേട്ടൻ കാട്ടിലേക്ക് വന്ന പോലെ നെഞ്ചത്ത് കവിച്ചു ഇരുന്ന് പോയി. മോളിച്ചേച്ചി ആകട്ടെ ഇഞ്ചി കടിച്ചു പോലെ മൂക്കത്ത് ഇങ്ങനെ വെച്ചു നിന്നു. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അസോസിയേഷൻ പ്രസിഡന്റിനെയും ഭാര്യയും ജഡിച്ച ആ വാർത്ത എന്ന് നിങ്ങൾക്ക് അറിയണോ? പറയണോ വേണ്ടയോ, 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 പറയണോ വേണ്ടയോ. അതെ, വേണ്ട, എന്നാലും പറഞ്ഞേക്കാം. എല്ലാവരും എല്ലാം അറിയേണ്ടതല്ലേ? ആ വാർത്ത ഇതാണ്. നമ്മുടെ കഥാനായകന് ഒബാമയുടെ ബുക്കായിട്ട് ജോലി കിട്ടി. നമ്മുടെ കഥാനായകൻ തന്നെ ആരോ പെണ്ണ് കാണാൻ വന്നതുപോലെ നാണത്തോടെ പുഞ്ചരിച്ചുകൊണ്ട് തല താഴ്ത്തി കാർക്കൊണ്ട് തറയിൽ അമേരിക്കയുടെ പടം വരച്ച് തനിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ മോനിച്ചേട്ടൻ നീട്ടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, ഒബാമയുടെ വീട്ടിലെനിക്ക് ജോലി കിട്ടി, കോഴിക്കറി വെച്ച് പരീക്ഷിക്കാൻ ഒരു ആള് കിട്ടി, എരിവ് കുറച്ചു നോക്കാം, പിന്നെ മസാല ഇടാതെ നോക്കാം, ലാസ്റ്റ് പുള്ളിയുടെ വായിലുള്ളത് കൊണ്ട് കേൾക്കാം. ഒബാമയുടെ വീട്ടിൽ ജോലി കിട്ടി, കോഴിക്കറി പരീക്ഷിക്കാൻ ആളെ കിട്ടി. ഒരു നിമിഷം അവിടെ ആകെ നിശബ്ദത പറഞ്ഞു. പിന്നെ കൊടുക്കാനടിച്ചു പോലെ മോളിച്ചേട്ടൻ ചോദിച്ചു, നീ പോയാൽ പിന്നെ അസോസിയേഷന് വേണ്ടി ആര് കഞ്ഞി വെക്കും? കറിയപ്പല നേരത്തെ ജിജോയോ, അതോ പച്ചക്കറി കണ്ട അതിർത്ത് കീവേഡ് വായിക്കും നമ്മുടെ ഡെന്നീസോ? അടുത്ത ഈസ്റ്റർ പ്രോഗ്രാം വരെയെങ്കിലും നിൽക്കുക. അത് കഴിഞ്ഞ് കയറുന്നവർ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പക്ഷെ ഇതൊന്നും നമ്മുടെ കഥാനായകന്റെ മനസ്സിലേക്ക് കയറുന്നില്ലായിരുന്നു. ഒബാമയുടെ നാട്ടിലെ ജോലിയെക്കുറിച്ചും അതിൽ നിന്ന് തനിക്കൊണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചും മാത്രമായി അദ്ദേഹം ചിന്ത. അങ്ങനെ നമ്മുടെ കഥാനായകൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് നല്ല ദിവസം നമ്മുടെ നായകൻ തന്റെ
തന്റെ തല്ലിപ്പൊളി ഗ്രൂപ്പുമായ 5 ഫിംഗേഴ്സുമായി ഒത്തുകൂടി. എല്ലാവരും കൂടെ പിരിവിട്ടൊരു ഫുള്ളും വാങ്ങി. നമ്മുടെ പ്രിയതോടെ പോകുന്ന ഹൃദയവേദനയിൽ ഒരു പെഗിൽ കൂടുതലായിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ അറ്റുപോകുന്ന വിരുന്ന് യാത്രയാക്കുവാൻ മറ്റ് എല്ലാവരും കൂടി എത്തി. മുതിർന്ന ഫിംഗറായി സൈമൻ ചേട്ടന്റെ ആശീർവാദത്തോടു കൂടി പോകാനിറങ്ങി തന്റെ ഉച്ചതോടെ കണ്ട് ബിജോ ചേട്ടനും ബൈജു ചേട്ടനും കണ്ണുനീര് വാർത്ത് കരഞ്ഞു. കരയുന്നു ബിജോ, കരയുന്നു, കരയുന്നു ബൈജു, കരയുന്നു. വിരിഞ്ഞു പോകുന്ന അതെ കരയുകയാണ് ബൈജു ചേട്ടൻ, കരയുകയാണ് ബിജോ ചേട്ടൻ. അവർ പൊട്ടി പൊട്ടി കരഞ്ഞു, ചക്ക് തകർത്ത് കരഞ്ഞു. കരയുന്നു ബിജോ, കരയുന്നു. എയർപോർട്ടിലെ വെയിറ്റ് റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിൽ റിവൈൻ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു, നെറ്റ് ചുളുങ്ങി, ഹൃദയ സമരം ഇരട്ടിയായി. ഇന്നലെ കഴിച്ച പെഗിന്റെ ബാക്കി ജിനു ചേട്ടന്റെ വീട്ടിലായിരിക്കുന്നത്. ഇന്ന് അവനത് മൊത്തം അടിച്ചു തീർത്തു. താനും കൂടെ പിരിവിട്ട് വാങ്ങി കുപ്പിയാ. ആ കുപ്പി തീർക്കാൻ താനില്ലല്ലോ എന്ന് ചിന്തിച്ച നിമിഷം മറ്റൊന്നും നോക്കിയില്ല. നമ്മുടെ കഥാനായകൻ ടിക്കറ്റ് ക്യാച്ച് ചെയ്ത് അതിവേഗം ജിനു ചേട്ടന്റെ വീട്ടിലേക്ക് പറന്നു. അവിടെ കയറി ചെന്ന് നമ്മുടെ കഥാനായകന്റെ ചങ്ക് തകർന്നുപോയി. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ കുടിച്ചു തീർത്തു ദുഷ്ടൻ, കുടിച്ചു തീർത്തു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ കുടിച്ചു തീർത്തു ദുഷ്ടൻ, കുടിച്ചു തീർത്തു. അതെ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ അവരെ മൊത്തം കുടിച്ചു തീർത്തിരിക്കുന്നു. അപ്പോൾ ആ നിമിഷം നമ്മുടെ കഥാനായകനുണ്ടായ വികാരം എന്തായിരിക്കും നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ ബുദ്ധിയുള്ളവർ അത് ഊഹിച്ച് മനസ്സിലാക്കട്ടെ, മണ്ണമ്മ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്തായാലും നമ്മുടെ കഥാനായകന്റെ ജീവിതം കുണ്ടും കുഴി നിറഞ്ഞ ജീവിതത്തോടെ വീണ്ടും ഉരുളുന്നു. ഞങ്ങൾ കാലമിനി ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരും പൂവരും കായ്വരും, അപ്പോൾ അവരെ ഇതോടെ കൂടി ഇവിടെ ഞങ്ങളുടെ കഥാപ്രസംഗം പര്യവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.